ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ ഇന്ന് എൻ്റെ വീഡിയോ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ കുറേ പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു. നമ്മൾ ചുമ്മാതെ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾക്കറിയാം രാത്രിയിൽ മഹാസംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, ഇതെങ്ങനെയാണ് ഫ്യൂച്ചറിലോട്ട് പോകുന്നത്, ഇത് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇന്നിപ്പം ധാരാളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകളും ധാരാളം നമ്മുടെ മലയാളം പത്രങ്ങളൊക്കെ വെച്ച് കീറുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ ഈ മലയാളം പത്രങ്ങളിലൊക്കെ, മലയാളം പത്രമല്ല, മലയാളം നമ്മുടെ ഈ മീഡിയകളിലൊക്കെ, TV ചാനലിലൊക്കെ അവർ പറയുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഇല്ലേ? അവർക്ക് അവരുടെ കൈ കിട്ടുന്ന സാധനം അവർ വായിക്കുന്നു. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയല്ല. ഈ കാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഈ ന്യൂസ് ചാനലിലൊക്കെ ഇരിക്കുന്ന അവർക്ക് കിട്ടുന്ന വാർത്ത എഴുതി കൊടുക്കുന്ന സാധനം അത് വായിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ എന്ത് കാര്യങ്ങളാണെന്നോ ഈവൻ റിപ്പോർട്ടറിനാണെങ്കിൽ പോലും ഇത് അത്ര വലിയ ഗ്രാഹ്യം ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ US സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് ഇന്നലെ വന്നത്. 9 അംഗ ബെഞ്ച്, 9 പേരുണ്ടായിരുന്നു അതിനകത്തിൽ 9-ൽ 6 പേരും ട്രംപ് ഈ ഉപയോഗിച്ച നിയമം, അതായത് IEPA, ആ നിയമം വാലിഡ് അല്ല എന്ന് വിധി എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ 9-ൽ 6 പേരും പറഞ്ഞു അദ്ദേഹം അത് ഉപയോഗിച്ചത് ശരിയല്ല. ഓക്കെ, അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനുള്ള അധികാരം ആ ആക്ട് ഈ കേസിൽ, അതായത് താരിഫിൻ്റെ കേസിനകത്തിൽ ഉപയോഗിക്കാനുള്ള അധികാരം ഇല്ല എന്ന് 6 പേരും ഒരുപോലെ പറഞ്ഞു. 3 പേര് എതിർത്ത് വിധി എഴുതി. അപ്പം എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈ IEPA എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട്, ഇതാണ് IEPA എന്ന് പറയുന്ന സംഭവം. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ കാര്യം പറയാം. എന്താണ് IEPA നമ്മൾ അറിയണമല്ലോ. ഇത് 1977 ജിമ്മി കാർട്ടർ കൊണ്ടുവന്നൊരു നിയമമാണ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ, ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ത്രട്ട് ഉണ്ടായാൽ ആ ത്രട്ടിൻ്റെ ഫലമായിട്ടൊരു നാഷണൽ എമർജൻസി അവരുടെ രാജ്യത്തുണ്ടാകുവാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു നിയമമാണ് അണ്ണൻ ഇപ്പോൾ എടുത്ത് പ്രയോഗിച്ചേക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അത് അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ലോ ഓതറൈസിംഗ് ദ പ്രസിഡന്റ് ടു റെഗുലേറ്റ് ഇൻ്റർനാഷണൽ കൊമേഴ്സ് ആഫ്റ്റർ ഡിക്ലെയറിംഗ് എ നാഷണൽ എമർജൻസി ഇൻ റെസ്പോൺസ് ടു എനി അൺയൂഷ്വൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ത്രെറ്റ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിച്ച് ഹാസ് ഇറ്റ്സ് സോഴ്സ് ഇൻ വോൾ ഓർ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനോ അല്ലെങ്കിൽ മൊത്തത്തിലോ ഭീഷണിയോ ഉണ്ടാകത്തക്ക രീതിയിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ആക്റ്റാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ എന്ന് പറയുന്ന IEPA എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായില്ല. അപ്പം സ്വന്തം പ്രസിഡൻറ്റിൻ്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തുപയോഗിച്ച ഒരു ലോയാണിത്. അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കറക്റ്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി അനന്തരഫലങ്ങൾ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ ട്രംപ് അതിനുത്തരം സുപ്രീം കോടതി പറഞ്ഞത്, ഞങ്ങൾക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡ്രഗ്, അതുപോലെ തന്നെ ട്രേഡ് ഡെഫിസിറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പ്രഖ്യാപിച്ചത് എന്ന് ട്രംപ് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി ട്രംപിൻ്റെ വക്കീൽ പറഞ്ഞു. അപ്പം കോടതി പറഞ്ഞ കാര്യം, ഈ സംഭവം ഈ താരിഫ് എന്ന് പറയുന്നത് ഒരു ഒരു റെഗുലേറ്ററി മെഷർ അല്ല. ഓക്കെ, ഈ താരിഫ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ടാക്സേഷനാണ്. അത് പ്രസിഡൻ്റ് അല്ല തീരുമാനിക്കേണ്ടത്. മനസ്സിലായി? അതിന് ചില സംവിധാനങ്ങൾ ചുറ്റുപാട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നാളെ എഴുന്നേറ്റ് നിർമ്മല സീതാരാമൻ പറയും, ഓക്കെ, ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു സാധനത്തിന് ഓക്കെ ഇന്ന് മുതൽ 50% താരിഫ് അടിച്ചു തരിക എന്ന് പറയാൻ പറ്റുമോ? നിർമ്മല സീതാരാമൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെന്ത് ചെയ്യണം? അത് നമ്മുടെ പാർലമെൻറ്റിൽ അതൊരു നിയമം പാസ്സാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് കൂടിയാലോചന നടത്തണം. ഒരു ഭൂരിപക്ഷ അഭിപ്രായം വരണം, ഒരു ഏകീകരണം വരണം. എന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു താരിഫ് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാതെ രാവിലെ
കണ്ണുതിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇന്ന് മുതൽ 50% ഇതിന്, അല്ലെങ്കിൽ നാളെ മുതൽ ഗോൾഡിന് 25% എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ട്രംപ് എന്താണ് ചെയ്തത്? രാവിലെ കണ്ണുതിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ ഓക്കെ നിനക്ക് നാളെ മുതൽ 50%. അത് വളരെ ക്ലിയറായിട്ട് അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം പ്രസിഡൻറ്റിന് പറ്റത്തില്ല. ക്ലിയറായിട്ട് പറഞ്ഞു. അതായത് സഡനായിട്ട് ഇങ്ങനെ താരിഫ് പ്രഖ്യാപിക്കുന്ന പരിപാടി അത് ഇൻവാലിഡ് ആണ്, അങ്ങനെ ചെയ്യാൻ ട്രംപിന് അധികാരമില്ല എന്ന് വളരെ ക്ലിയറായിട്ട് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു. ഓക്കെ, അപ്പം അത് ഏറ്റവും വലിയൊരു നമ്മുടെ ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പം മുതൽ അങ്ങനെ ഒരു സംഭവം ട്രംപിന് പറയാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം നിനക്ക് 25, മറ്റവന് 18, ഇനി 26 എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പരിപാടി നടക്കത്തില്ല എന്ന് ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അണ്ണൻ അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ തന്നെ വേറെ മറുമരുന്ന് ഇവരുടെ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ അതിന് പകരമായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ വേറെ 2 ആർട്ടിക്കിൾ അല്ലെങ്കിൽ വേറെ 2 നിയമങ്ങൾ അവരുടെ നിയമത്തിനകത്തിൽ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഇനിയിപ്പം പ്രയോഗിക്കാനുള്ളൊരു പരിപാടിക്കാണ് പുള്ളി നോക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ഒന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 232 ആണ്. 1962 ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സെക്ഷൻ 232 ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ impose tariffs on import of steel and aluminum and copper or auto parts, article to protect the national security of the United States. അതായത് രാജ്യസുരക്ഷയ്ക്ക് ബാധകമാകത്തക്ക രീതിയിൽ ഏതെങ്കിലും ഐറ്റംസ് അവർക്ക് ത്രെട്ടായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ താരിഫ് പ്രയോഗിക്കാം എന്നൊരു വകുപ്പ് പ്രസിഡൻറ്റിന് അധികാരം ഒരു വകുപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് അണ്ണനെടുത്ത് പ്രയോഗിക്കും. ഇപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം സെക്ഷൻ 232 വെച്ചിട്ട് അലൂമിനിയത്തിനും സ്റ്റീലിനും കോപ്പറിനും ഒക്കെ താരിഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുള്ളി അങ്ങനത് ചെയ്യും. ഓട്ടോ പാർട്സിനും പുള്ളി താരിഫ് അടിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. അത് 50% വരെ അടിക്കാൻ, 25 മുതൽ 50% വരെ താരിഫ് അടിക്കാനുള്ള അധികാരം ട്രംപിന് ഉണ്ട്. കാരണം എന്താണ് ഈ പറയുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അതിന് താരിഫ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ താരിഫ് അടിക്കുമ്പം അത് ചുമ്മാതെ അടിക്കാൻ പറ്റത്തില്ല. അതിന് ഉപോത്ബലമായിട്ടുള്ള റിപ്പോർട്ടുകളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വേണം. ചുമ്മാതെ അടിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അവരുടെ കയ്യിലാണല്ലോ സംഗതികൾ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ തന്നെയും പിന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ റിപ്പോർട്ടുകളും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ നടന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു താരിഫ് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 301 ആണ്. സെക്ഷൻ 301 എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 301 allows for tariff to imposed after US trade representative finds that the trade partner of US has engaged in what it deems as unfair trade practice. അതായത് തമ്മിൽ ഒരു ശുഭകരമല്ലാത്ത രീതിയിൽ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു ട്രേഡ് ഡീല് അല്ലെങ്കിൽ ഒരു ട്രേഡ് പ്രാക്ടീസ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യമായിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അമേരിക്കയിലെ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഓക്കെ ഇവർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ശരിയല്ല, അതിനകത്ത് കള്ളത്തരമുണ്ട്, അല്ല വേറെ എന്തെങ്കിലും US-ന് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു അന്വേഷണം വന്ന് അതിൽ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സെക്ഷൻ 301 പ്രകാരം അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ടാക്സ് അടിച്ചു കൊടുക്കാനുള്ള വകുപ്പും ഉണ്ട്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ താരിഫ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ 2 സംഭവങ്ങളാണ് അദ്ദേഹം എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പം നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $175 ബില്യൺ അമേരിക്ക കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ താരിഫ് വഴി 175 ബില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലോട്ട് കണക്ക് കൂട്ടുമ്പോൾ 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി എന്തുമാത്രം പൈസ ആണെന്നുള്ളത്. അപ്പോൾ ഈ പൈസയൊക്കെ പക്ഷേ റീഫണ്ടിൻ്റെ കാര്യം ഇതുവരെയായിട്ടും സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഇൻവാലിഡ് ആയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷെങ്കിൽ ഇത് വളരെ നാളുകൾക്ക് മുന്നേ എൻ്റെ ഒരു പഴയ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വളരെ നാളുകൾക്ക് മുന്നേ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഏതെങ്കിലും കാരണവശാൽ കോടതി ഞങ്ങൾക്കെതിരെ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കാശ് തിരിച്ചു കൊടുക്കുകയില്ല. ഈ കാശ് ഒന്നുകിൽ ഈ കമ്പനികളോ രാജ്യങ്ങളോ ഞങ്ങളുടെ അമേരിക്കക്കകത്ത് തന്നെ
എന്തെങ്കിലും ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ബിൽഡിങ്ങുകൾ വാങ്ങിക്കുകയോ അല്ലെ ഫാക്ടറി പണിയുകയോ അല്ലെ എന്തെങ്കിലും ബിസിനസ് നടത്തുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കാശ് വസൂലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കാശ് തിരിച്ചു കൊടുക്കുന്ന പരിപാടി അതും ഇല്ല എന്ന് ഓൾറെഡി പുള്ളി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും കോടതി കയറി ഇറങ്ങും. ഓക്കെ, അത് ഇനിയും വരുന്ന ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിനകത്ത് ഓൾറെഡി ട്രംപ് പറഞ്ഞു 10% ഗ്ലോബലി 10% താരിഫ് അവർക്ക് അടിക്കും ഗ്ലോബലി മൊത്തത്തിൽ. ഇപ്പം നിലവിൽ പലർക്കും പല താരിഫാണല്ലോ അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ 10% താരിഫ് എല്ലാവർക്കും ഒരുപോലെ, ഓക്കെ, 10% താരിഫ് അടിക്കും, അപ്ലൈ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അത് ഏകദേശം സെക്ഷൻ 122 അതൊരു പുതിയ വകുപ്പാണ്. സെക്ഷൻ 122 പ്രകാരം പ്രസിഡൻറ്റിന് ഒരു പിന്നെ അധികാരമുണ്ട് ഗ്ലോബലി. അതായത് സെക്ഷൻ 122 എന്ന് പറയുന്നത് ഓതറൈസ് ദ പ്രസിഡന്റ് ടു ഇമ്പോസ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 150 days അൺലെസ് എക്സ്റ്റെൻഡ് ബൈ ആൻ ആക്ട് ഓഫ് കോൺഗ്രസ് എ ടെമ്പററി ഇമ്പോർട്ട് സർചാർജ് അപ് ടു 15%. ആൻഡ് അതർ ടെമ്പററി ലിമിറ്റേഷൻസ് ആണ്. അതായത് കോൺഗ്രസിൻ്റെ പെർമിഷൻ വേണ്ട, 10 മുതൽ 15% വരെ ഒരു താരിഫ് അടിക്കാനുള്ള അധികാരം ട്രംപിനുണ്ട്. അത് എന്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തെങ്കിലും പിന്നെ ഒരു അമേരിക്കയ്ക്ക് ഒരു തൊട്ടുണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലോ ഒരു ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി, ഓക്കെ, അത് ഇപ്പോൾ ഈ $175 ബില്യൺ തിരിച്ചു കൊടുക്കുന്ന കേസിനകത്തില്ല ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത്. ഈ കാശ് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിനകത്ത് ആ കേസിനകത്തിൽ ഒരു ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് പിന്നെ 10 മുതൽ 15% വരെ താരിഫ് അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അതിന് മാക്സിമം 6 മാസം, 6 മാസത്തിൽ കൂടുതൽ അത് തുടരാൻ പാടില്ല. അഥവാ 6 മാസത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസിൻ്റെ അംഗീകാരം വേണം. അപ്പം ഇത്രയുമാണ് നിലവിലുണ്ടായിരിക്കുന്ന സംഭവം. അപ്പം ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇതാണ്, ഇന്ത്യക്ക് 18% അടിച്ചു കിട്ടിയില്ലേ, അപ്പോൾ അത് എന്തായി തീരും എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ്, അമേരിക്കയുടെ സുപ്രീം കോടതിയാണ് ഇത് ഇൻവാലിഡ് ആക്കിയിരിക്കുന്നത്. ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞേക്കുന്നത്, ട്രംപിന് ഇത് ഉപയോഗിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞേക്കുന്നതും സുപ്രീം കോടതിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിനിടയിൽ നടന്ന എല്ലാ ട്രേഡ് ഡീലും എന്ത് ചെയ്യും, ക്യാൻസലാവും, ഇൻവാലിഡ് ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇന്ത്യയുടെ ഈ 18% എന്ന് പറയുന്നതും എന്താവും, ഇൻവാലിഡ് ആകാൻ സാധ്യത കൂടുതൽ. ഇൻവാലിഡ് സാധ്യതയല്ല, ഇൻവാലിഡായി. അപ്പം അവർക്ക് ഇന്ത്യക്കും 10% താരിഫ് ഉണ്ടാകാൻ പാടുള്ളത്. മാത്രമല്ല നമ്മൾ സൈൻ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. 18% സൈൻ മാർച്ചിൽ നടക്കത്തുള്ളൂ, സൈൻ നടന്നിട്ടില്ല. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യം എടുത്ത് വെച്ചപ്പം അല്ല ഇന്ത്യക്ക് 18% എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ പക്ഷേങ്കിൽ ഈ സംഗതികൾക്ക് പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. അതിനകത്തിൽ പറഞ്ഞേക്കുന്നത് പിന്നെ 10% ഗ്ലോബലി എല്ലാവർക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റീലിനും കോപ്പറിനും അലൂമിനിയത്തിനും പിന്നെ ഓട്ടോ പാർട്സിനും ഒക്കെ ടാക്സ് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ഇന്ത്യക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇന്നലെ അതുകൊണ്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇന്നലെ പറന്ന് കയറിയത്. ഓക്കെ, അപ്പം ഇത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് നോട്ടാണ്. അപ്പം ഇനിയും ഇത് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബലി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ, ഈ സമ്മറി പറഞ്ഞു. ഇനി ഇതിപ്പോൾ നമ്മളെങ്ങനെ ബാധിക്കാൻ പോകുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ, ഇനി അടുത്ത പാർട്ട് ചാർട്ടിൻ്റെ പാർട്ടാണ്, അടുത്ത പാർട്ട് കാണുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് നിങ്ങൾ കാണുക. ഓക്കെ, ഞാൻ അതിവിടെ പിൻ ചെയ്തേക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് നിങ്ങൾ കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ ചാർട്ടും മറ്റുള്ള അനാലിസിസും എല്ലാം കൂടെ അടുത്ത പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ പാർട്ട് നിങ്ങൾ കാണുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് വീക്കിലി അനാലിസിസ് നിങ്ങളൊന്ന് കാണണം. ഞാനിവിടെ പിൻ ചെയ്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത പാർട്ട് കാണൂ. എന്നെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്താണ് ഇനി നമ്മുടെ മാർക്കറ്റിൽ നടക്കാൻ പോകുന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ട് എന്ന് വിശ്വസിക്കുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളെന്താ സംസാരിച്ചത്, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഇവിടെയായിരുന്നു ഇന്ന് ഇല്ലേ, ഈ സപ്പോർട്ട് 25,432 എന്ന് പറയുന്ന സപ്പോർട്ടിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിന്നത് അല്ലേ, ക്ലിയർ അല്ലേ? നിങ്ങളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം 1, 2, 3, 4, 5 ദിവസം, ഒരാഴ്ച 5 ദിവസം വരെ ഉള്ളത്, 5 ദിവസത്തിന് ശേഷമുള്ള സിനാരിയാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ചത്തെ
ഞാൻ പറഞ്ഞത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ എന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, മാർക്കറ്റ് ഇത് ഇവിടുന്ന് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളോട്ട് പോകും. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. ശരിയോ തെറ്റോ നിങ്ങൾ പറയൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ കാണണമെന്ന് പറഞ്ഞത്. മാർക്കറ്റ് ഇതിന് താഴോട്ട് പോകത്തില്ല, ഇവിടുന്ന് മാർക്കറ്റ് മുകളോട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഒരിക്കലും കാലാവസ്ഥ പ്രവചനം പറയാറില്ല, ഇല്ലേ? അത് ഒരു പക്ഷെങ്കിൽ തെറ്റാണെങ്കിൽ അത് പൊങ്കാല പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലേ? ഒന്നുകിൽ ഞാൻ പോകും, അല്ലെങ്കിൽ പോകത്തില്ല, അല്ലെങ്കിൽ അത് പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനൊന്നും കാലാവസ്ഥ പ്രവചനം പോലൊന്നും ഞാൻ ഒരിക്കലും പറയാറില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ക്ലിയറായിട്ട് പറഞ്ഞു, മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോകും. കയറിപ്പോയതിന് ശേഷം പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ ആ ക്ലിപ്പിങ്ങിന് അതിൽ ആഡ് ചെയ്യാം. ഞാൻ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പം ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ? അങ്ങനെ പിറ്റേ ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് 2 ദിവസം കൂടെ നമുക്ക് അപ്സൈഡ് കിട്ടി. അതിനുശേഷമാണ് ഈ ഇറാനുമായിട്ടുള്ള വാറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും വലിയൊരു സെൽ ഓഫ് വീണത്. അത് സ്വാഭാവികം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? വന്നെങ്കിലും വീണ്ടും ഇതേ പോയിന്റ് തന്നെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്തു. ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും ഞാൻ മാർക്കറ്റ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന് തന്നെയാണ് പറഞ്ഞത്, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഇന്നലെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമുക്ക് കിട്ടി. ഇതാണ് ഇതുവരെയുള്ള ഒരു പിക്ചർ. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു 25,432 എന്ന് പറയുന്നത് ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. കാരണം പ്രീവിയസ്ലി പല പ്രാവശ്യം അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴും അതൊരു സപ്പോർട്ടായി തീരാൻ ആണ് സാധ്യത വളരെ കൂടുതലെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതാണ് അടുത്ത ചോദ്യം. അപ്പം ഇനിയിപ്പം നാളെ ഡേ വൈസിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളൊരു ഹ്യൂജ് ഗ്യാപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഹ്യൂജ് ഗ്യാപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഹ്യൂജ് ഗ്യാപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ 25,800 റേഞ്ചിലൊക്കെ മാർക്കറ്റ് മേ ബി ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്ക് അപ്പുറത്തെ ഇൻട്രാഡേ വരുമ്പോൾ പറയാം. 25,800 ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷെങ്കിൽ ഇതേ ലെവലിൽ തന്നെ മാർക്കറ്റ് ക്ലോസിങ് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. എന്തായാലും 25,800 അടുത്തടുപ്പിച്ച് മാർക്കറ്റ് 25,800 അതിന് മുകളിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലത്തെ അവസ്ഥ വെച്ച് കൂടുതൽ. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോവുക, താഴോട്ട് വരുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും ഞാൻ ഇൻട്രാഡേയിലോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് ഇതിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഡേ വൈസിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കഴിഞ്ഞു, ഇല്ലേ? ഇനി നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം മാർക്കറ്റ് ഇന്നലെ ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ സംസാരിച്ചാണ്. പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ സംസാരിച്ചാണ്. മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിനകത്ത് വന്ന് നിന്നതിന് ശേഷം മാർക്കറ്റ് 25,565 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 571 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ ബോക്സിനകത്ത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ മാർക്കറ്റ് നമുക്ക് ഓപ്പണിങ് കിട്ടാൻ പോകുന്നത് ഈ 817 മുകളിലായിരിക്കും. മനസ്സിലായി പറയും? 817 എന്ന് പറയുമ്പം 565, 625, 725, 817 ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ട്രംപ് തുറന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാസിറ്റീസ് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നാളെ നമുക്ക് ഒരു പക്ഷെങ്കിൽ 817 റേഞ്ചിനടുത്ത് മാർക്കറ്റ് നമുക്ക് നാളെ ഓപ്പൺ ചെയ്ത് തരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 to 250 പോയിൻറ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഗ്യാപ്പപ്പിനോട് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടെങ്കിലും താഴോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 817 സപ്പോർട്ട്. ഇവിടെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിലാണ് 817 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 817 സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കുക. ഇല്ല, ഇതും പൊട്ടിയാൽ ഈ പോയിൻറ്റ് ഇതൊരു ടെമ്പററി സപ്പോർട്ടാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നത്. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കുക 761. അപ്പോൾ ഈ ഏരിയയിലെങ്ങാണ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. കാരണം നാളെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻനിര ഓഹരികളെല്ലാം HDFC ആയാലും ICICI ആയാലും പിന്നെ IT സെക്ടർ ആയാലും എല്ലാവരും നാളെ പറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ പറഞ്ഞു ഈ ഒരു വീഴ്ച നെക്സ്റ്റ് ഒരു ATHയിലേക്കുള്ള യാത്ര ആകാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വേറെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല.
നമുക്ക് വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഈ ഒരു കറക്ഷൻ, ഈ 25,500 വരെ മാർക്കറ്റ് വന്നത് നമുക്ക് 200 വന്നപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ഏകദേശം 1000 പോയിന്റുകൾ വിടും, 60,000 താഴെ വന്നു ബാങ്ക് നിഫ്റ്റി. അപ്പം ഇത് രണ്ടും നമുക്ക് മാർക്കറ്റ് ഒരു ATHലോട്ടുള്ള പുതിയൊരു ATHലോട്ടുള്ള യാത്ര 26,000, 26,500, ഒരു പക്ഷേ 27,000 എത്തിയാലും നമ്മൾ അതിശയിക്കേണ്ടി വരികയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പം നമ്മൾ നോക്കുക. വീണ്ടും ഞാൻ പറയുന്നു, വേറെ ഒന്നും സംസാരിക്കാനില്ല. നിലവിലത്തെ അവസ്ഥ തുടർന്നു പോവുകയാണ്. തിങ്കളാഴ്ച രാവിലെ വരെ നിലവിലത്തെ അവസ്ഥയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളോ അടിയും ബഹളമൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം 200 മുതൽ 250 വരെ. പക്ഷെങ്കിൽ ഈ 250 ഒരു സിനാരിയോ. രണ്ടാമത്തെ ഒരു സിനാരിയോ ചിലപ്പം ഇതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്നറിയോ, ഇന്നലെ വൈകുന്നേരം വരെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നേരം വരെ നമുക്ക് ആസിറ്റീസ് 18% തന്നെയാണ് താരിഫ് എന്നായിരുന്നു വെപ്പ്. ഇന്നലെ ട്രംപ് പത്രസമ്മേളനത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ന്യൂസ് അനുസരിച്ച് എല്ലാവർക്കും 10% എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് നോട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദറായിട്ട് മോളോട്ട് ഗ്യാപ്പ് അപ്പോൾ ചിലപ്പോൾ 300, 400 ഒക്കെ അപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും ഇതിനൊരു ക്ലാരിറ്റി നമുക്ക് തിങ്കളാഴ്ച രാവിലെ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് അറിയത്തുള്ളൂ. അപ്പം വേറെ സംഗതികളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. 817 ആയിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട പോയിൻ്റ്. അതിനുശേഷം 902, പിന്നെ നമ്മുടെ 26,011 എന്ന് പറയുന്ന ഈ വലിയ ഫിഗർ നമ്പർ. 26,011 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യൂ ATH നമ്മൾ എന്തായാലും കാണും, ഉറപ്പാണ്. ഓക്കെ, ഇതൊക്കെ വളരെ അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ലോകം മുഴുവനും നെഗറ്റീവ് പൊട്ടും 22,000, 18,000 ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഒക്കെ പറഞ്ഞ അവസരത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു ഇത് നമുക്ക് ATHയിലേക്കുള്ളൊരു യാത്രയ്ക്കുള്ളൊരു വീഴ്ച മാത്രമാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ വേറെ ബാക്കിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇത് തന്നെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ചിലപ്പം ഒരു 700-800 പോയിൻ്റൊക്കെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ 61,749 ഇതിൻ്റെ മുകളിലായിരിക്കും നമുക്ക് ഓപ്പണിംഗ് കിട്ടുന്നത്. അപ്പം നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് പോകാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലോട്ടുള്ള വരച്ചിട്ടില്ല, നമുക്ക് നാളെ ലൈവ് മാർക്കറ്റിൽ വരയ്ക്കാം. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ വരയ്ക്കാം നമുക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അത് അടുത്ത നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണെങ്കിലും നിഫ്റ്റി നമുക്ക് ഇപ്പം 13,460 ആയിരിക്കും പറക്കാൻ പോകുന്നത്. മിഡ് ക്യാപ്പ് തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഒരു പക്ഷേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 678 മുകളിലായിരിക്കും ഓപ്പൺ. ഇങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ 678 മുകളിലായിരിക്കും ഓപ്പണിങ്. അതിനുശേഷം ഇവിടുന്ന് പറക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സിറ്റുവേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉള്ള സിറ്റുവേഷൻ നോക്കി നമുക്ക് അന്നേരം നമുക്ക് ട്രേഡ് ചെയ്യാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് തിങ്കളാഴ്ച സംഭവിക്കാൻ പോകുന്നത്. ഒരു ദിവസം മുന്നേ ഞാൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ആൻസോടെ കാണണം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ചെയ്ത ഏകദേശം 18-ാം തീയതി 19-ാം തീയതി ഒക്കെ ചെയ്ത, നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ 18-ാം തീയതി 19-ാം തീയതി 20-ാം തീയതി ഒക്കെ ചെയ്ത വീഡിയോകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് റാലി നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഞാൻ അവസാനം ഈ വീഡിയോകളെല്ലാം പിൻ ചെയ്ത്, നിങ്ങൾ കാണേണ്ട വീഡിയോകളെല്ലാം ഞാൻ ഇതിൻ്റെ അവസാനം പിൻ ചെയ്തേക്കാൻ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. പഠിക്കുക എല്ലാവർക്കും. താങ്ക് യു ഓൾ.